മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണേ വർക്കായത്. താങ്കളുടെ പേരെന്താ? എന്റെ പേര് നിബിൻ. നിബിൻ മാത്രമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കണേ കേട്ടോ. ഞാൻ ഹ്യൂമറായിട്ട് പറഞ്ഞു, സീരിയസ് ആയിട്ട് പറഞ്ഞു. മറ്റുള്ളവർ ചോദ്യം ചോദിക്കാൻ ഒരു അവസരം കൊടുക്കണേ. ആ മൈക്ക് കുറച്ച് നേരത്തേക്ക് മറ്റുള്ളവരിലേക്ക് ഒന്ന് കൈമാറിക്കാം. എന്താ അറിയാമോ, അവർക്കൊക്കെ ചോദിക്കണമെന്നുണ്ടാവും. ഓക്കെ, എല്ലാരോടുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. അല്ലല്ല, ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ഈ ഹ്യൂമറെന്നോ വില്ലെന്നൊക്കെ പുറത്ത് കാണുന്ന പ്രേക്ഷകരാണ് ഇതൊക്കെ തീരുമാനിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർക്ക് കിട്ടുന്ന കഥാപാത്രം എന്ന് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ചിലർ ചോദിക്കും ഇങ്ങനെ വില്ലനായിട്ട് അഭിനയിക്കുന്നത്. വില്ലെന്നൊന്നുമില്ല, നമ്മളെ വിചാരം നമ്മളാണ് നായകൻ. പുറത്തൊരാൾ നിൽക്കണ്ടാവും, ചിലപ്പോൾ അയാളായിരിക്കും നായകൻ. ഒരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓരോ ആക്ടറും ശ്രദ്ധിക്കുന്നത്. അല്ലാണ്ട് ഞാനിതിനകത്ത് ഹ്യൂമറാണ്, ഞാനിതിനകത്ത് വില്ലനാണ്, ഞാൻ നായകനാണ്, അങ്ങനെ ആരും ചിന്തിക്കാറില്ല. ആ സമയത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ടാവും. ആ സിനിമയുടെ സക്സസിനും ഫെയിലിയറും ഒക്കെ ആ ആക്ടറെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന കഥാപാത്രത്തെ ഏറ്റവും നന്നാക്കുക. കഥാപാത്രം ഹ്യൂമറാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഹ്യൂമർ ചെയ്യാം, അതോ നെഗറ്റിവിറ്റിയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളതെന്നല്ലാതെ ഞങ്ങളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരോടുമായിട്ടൊരു ക്വസ്റ്റ്യൻ. സിനിമ ഭയങ്കര ഫണ്ണാണ്, കോമഡി ആണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തൂങ്ങുക. അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ് ഇല്ല. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത്. നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ നിബിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. ബേസിലേട്ടനാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണേ വർക്കായത്. നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പൊ താഴേന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ട് പറഞ്ഞ പോലെ കൊണ്ട മധുരമൊക്കെ അടിച്ച് കയറ്റി ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല. പിന്നെ എന്റെ മൂടങ്ങ് എന്നാലും സിദ്ദിഖ് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന. ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാരും ഒന്ന് പറഞ്ഞു തുടങ്ങി, ഇതെന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന്. ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ സംസാരിച്ചു. ഇനി ആരും മറുപടി പറയാം. സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞതെല്ലാം സത്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. ഞാൻ മാത്രം ചോദിച്ചാൽ എല്ലാവരും സ്വയം ഒന്ന് പറയാന്ന് വിചാരിച്ചാൽ അങ്ങനെയൊക്കെ വിചാരിച്ചാണ്ടിരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ്, ക്ലൈമാക്സ് ഞാൻ 15-ാം തീയതി പറയാം. ഞാൻ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രിന്നൊക്കെ വന്ന് മിമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ജിത്തുസാറിനെ പുറത്തേക്ക് ഡയറക്ടറിന്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല. ഒരു ഫണ്ണ് എലമെന്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്. ജിത്തു സാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷെ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളടുത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉൾക്കൊരു ആക്ടർ കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ തരും സാർ. അപ്പൊ എന്തായാലും സാറ് പറഞ്ഞു തരും. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്ക് തന്നെ പേടിയാണ്. ഇപ്പൊ സാറ് ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറയും. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുകയും ചെയ്യും, അത് ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ, ഉച്ചയ്ക്ക് കഴിച്ചല്ലേ? പറയാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാള് അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി. പ്രിയൻ സാർ, ലാൽ സാർ ഒപ്പം കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ, ലാൽ സാർ കോമ്പിനേഷൻ ചെയ്യാന്ന് വെച്ചപ്പോൾ ത്രില്ലറായി പോയി. അങ്ങനെ കാത്ത് ജിത്തു സാറിൻ്റെ പടം ത്രില്ലർ ചെയ്യാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പോയി.
പക്ഷേ ഐ ആം വെരി ഹാപ്പി ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷ്യൻ്റ് മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ചോദിക്കാണ്ട് കിട്ടിയ അവസരമാണ് എനിക്ക് ഈ സിനിമയിൽ. അപ്പോൾ ജീത്തു സാറ് വിളിച്ചപ്പോൾ ഞാൻ ഇപ്പം ബേസിലും ക്രേസും പറഞ്ഞ മാതിരി ആദ്യം പോലീസായിരിക്കുമോ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ് ഈ സിനിമയിൽ. പിന്നെ എൻ്റെ നായകൻ എന്ന് പറയുന്നത് മനോജേട്ടനാണ്. മനോജേട്ടൻ ഇതിലൊരു സിനിമാ നടനായിട്ടാണ്. അപ്പം ആ നടന് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ഗ്രേസും ബേസിലൊക്കെ ആയിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. സിദ്ദിഖായിട്ടാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇവരൊക്കെ പറഞ്ഞത് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ വിജയിപ്പിക്കും. താങ്ക് യു. ചേട്ടാ, എനിക്കൊരു ചോദിക്കുന്നുണ്ട്. ഒരു തുണ്ടുപടത്തിൽ താങ്കളായിരുന്നു ഹീറോ, ഇദ്ദേഹമായിരുന്നു ഡയറക്ടർ. പിന്നീട് തിരയിൽ ഇദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം ഇദ്ദേഹം ഹീറോ ആയി ഇന്നോട് കൂടി വരെ എത്തിയിരിക്കുന്നു. ഡയറക്റ്റ് ചെയ്തു. ഒരു കോ ആക്ടർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഈ അത്ഭുതകരമായ വളർച്ച എങ്ങനെ നോക്കി കാണുന്നു? നീ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അതൊന്നും ഞാനങ്ങനെ പൊതുവെ അളക്കുന്നില്ല. പക്ഷേ വളരെ നമ്മളെ ഒരാൾ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയില്ല. ചില ആക്ടേഴ്സിന് ആ പവർ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ലെജൻഡറി ആക്ടേഴ്സ് ഇവിടെ ഇരിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ആ പവർ ഫീൽ ചെയ്യുന്നത് പ്രേക്ഷകരായ നമുക്ക്. ആ ഒരു മാഗ്നറ്റിക് പുള്ള് ബേസിൽ സ്ക്രീനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ബേസിൽ പല സമയത്ത് എന്നോട് അദ്ദേഹത്തിൻ്റെ ചോയ്സുകളിൽ റെപ്പറ്റീഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇൻസെക്യൂരിറ്റി അല്ല, കൺസേൺ. അത് ഏതൊരു ആക്ടറും വേണമല്ലോ. പക്ഷെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ ജാനേമനിലെ ജോയ്മോനും ജയയിലെ രാജേഷും പാലത്ത് വരുമ്പോഴും എല്ലാത്തിനും ടോട്ടാലിറ്റി നോക്കുമ്പോൾ വേറൊരാളാണ്. തീർച്ചയായിട്ടും നുടക്കുഴി വരുമ്പോഴും എബി എന്ന് പറഞ്ഞ ആളും വേറെ തന്നെ ആയിരിക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വളരെ ആസ്വദിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും മലയാളികൾക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ, റേസിലെ കാണുമ്പം ആ ചിരി കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നും. അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. സിദ്ദിഖ്, റൈറ്റർ KK അദ്ദേഹം ആദ്യം പറഞ്ഞു 90കളിൽ കോമഡി വളരെ നന്നായി ചെയ്തിരുന്ന ഒരു ആക്ടറാണ് താങ്കൾ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ തുടങ്ങിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടറുകൂടെ നന്നായിട്ട് അഭിനയിച്ച താങ്കൾ ഈ പുതിയ ജനറേഷനിലെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മളും ഒരുപാട് മുമ്പ് അഭിനയിച്ച് ശീലിച്ചൊരു രീതിയുണ്ടല്ലോ. ആ രീതി അതേപോലെ ഫോളോ ചെയ്താൽ ഇപ്പോൾ ഇവർ തമാശ പറയുന്ന രീതിയും ഇവർ അഭിനയിക്കുന്ന രീതിയും ഒക്കെ കുറേ കൂടെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അതേപോലെ നിന്നില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. നിങ്ങൾ പ്രേക്ഷകൻ സിനിമ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിനയിക്കുന്ന ഒരു ഈസിനെസ്സോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു പാറ്റേണോ അല്ല വേറൊരാൾ കുറച്ച് നാടകീയമായിട്ട് അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ ഞാനൊരു ഏലിയൻ ഫീൽ വരും. അപ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കറണ്ട് ആയിരിക്കാനാണ്, ഇവരോടൊപ്പം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ അജുവൊക്കെ വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ആളുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അവരുമായിട്ടുള്ളൊരു കമ്പനി ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ആദ്യം അജു എൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, അത് ഞങ്ങൾക്ക് പേടിയായിരുന്നു നിൽക്കുക അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ. അവരെപ്പോഴും അങ്ങനെ മാറി നിൽക്കും. അത് അവരുടെ ഒരു മടി കൊണ്ടാണ്. ഇപ്പം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എൻ്റെ സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്കും ചെന്ന് സംസാരിക്കാൻ ഭയമാണ്. കാരണം നമ്മൾ സിനിമയ്ക്ക് പുറത്ത് നിന്ന് ഇവരെ നടീനടന്മാരായിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോട് എപ്പോഴും ഒരു ആരാധനയും ബഹുമാനവും കൂടും. അപ്പോൾ ഞാനെപ്പോഴും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഇവരോട് കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു രീതികൾ മനസ്സിലാവുകയും അതേപോലെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെപ്പോഴും. അപ്പോൾ അവരുടെ ഒരു പാറ്റേണിലൊക്കെ ഞാൻ മാറാനാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു ചിന്തയും ഭയവുമാണ് എനിക്കുള്ളത്. എന്തോ കാരണം ഇതിന് അവിടെ തന്നെ പറഞ്ഞോ. കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിലൊക്കെ പറയുന്നത്. അപ്പോൾ